ഹലോ ഗായ്സ്, ഇത് നോക്കിക്കേ, ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള കുറേ പേനയാണ് കേട്ടോ. ഈ പേനയിൽ ഒരു ബോക്സിലായിരുന്നു ഇട്ട് വെച്ചത്, പക്ഷെ ഇപ്പം ആ ബോക്സ് ഭയങ്കരമായിട്ട് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു പെൻ ബോക്സ് ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബേസ് ബോർഡ് പെട്ടി എടുത്തു. പിന്നെ ഞാൻ കുറച്ച് പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഒരു ബ്ലൂ കളറും പിന്നെ ഒരു പർപ്പിൾ കളറും ഒക്കെ ആയിട്ട് ഉള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പേപ്പറിൻ്റെ ഒരു 4/1 ഭാഗം അത്രയും നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് എല്ലാം മൊത്തം ആ പേപ്പറിൽ പറ്റുന്ന അത്രയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഹാഫായിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ അതും മുറിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഹാഫാക്കി ഒന്ന് മുറിക്കണം. അപ്പോൾ നമുക്ക് ഹാഫാക്കി ഒന്ന് മുറിക്കാം. നെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ നമ്മൾ നേരെ വെട്ടിയെടുത്ത അതിൻ്റെ ഹാഫായിട്ടുള്ള ആ ഒരു പീസ് ജസ്റ്റ് ഇങ്ങനെ നേരെ വെച്ച് ചുരുട്ടി കൊടുക്കാം. കോണയില്ലെങ്കിൽ നേരെ വെച്ച് തന്നെ ലീഫിലർ ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ ചുരുട്ടുന്നത്. ഞാൻ അങ്ങനെ കുറേ പീസ് അങ്ങനെയുള്ള എല്ലാ കാര്യം ഞാൻ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ചുരുട്ടിയ ഓരോരോ സ്റ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ബേസ് ബോർഡ് വെട്ടിയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിക്കുന്നത് ഒരു പാറ്റേണിലാണ്. എന്നാൽ വയലറ്റ് ബ്ലൂ അങ്ങനെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ചിലതിനൊക്കെ ഒത്തിരി വലുപ്പ വ്യത്യാസം കാണും. നമ്മളിത് ലാസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പം ഞാനാണെങ്കിൽ ഇത് മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനാണെങ്കിൽ ഇതിലെ കൂടെ ഒരു വള്ളി ഒട്ടിച്ചെടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ചെറിയ സൂത്രപ്പണി ഉണ്ട് കേട്ടോ, വേറൊന്നുമല്ല. അപ്പം നമുക്ക് ബോ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബോ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് ഫ്രണ്ട് തന്നെ വേണം കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ബോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ പെൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പെൻ ബോക്സ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കുകയോ ചെയ്യരുത്. അപ്പം ബൈ.